കൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിയോടടുക്കുന്നു, അവയെ വഴിതിരിച്ചുവിട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതാണ്. എന്നത്തെയും പോലെ ആകാംക്ഷ നിറച്ച് അവ കടന്നു പോകാറുമുണ്ട്. എന്നാൽ ഇക്കുറി സ്ഥിതി അങ്ങനെയല്ലെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഒരുപക്ഷെ മനുഷ്യകുലത്തിന് തന്നെ അപകടം സംഭവിച്ചേക്കാവുന്ന തരത്തിൽ ശക്തമായ ചിഹ്നഗ്രഹമാണ് ഭൂമിയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. 2004 അപ്പോഫീസ് ചിഹ്നഗ്രഹത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ട ഈ ചിഹ്നഗ്രഹം അന്നു മുതൽ വാർത്തകളിലും ചർച്ചകളിലും നിറഞ്ഞു നിന്നു. അതിനാൽ തന്നെ കണ്ടെത്തിയ നാളുകൾ മുതൽ ഇതിനെ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചു വരികയായിരുന്നു. 335 മീറ്റർ വീതിയുള്ള ഈ ഭീമൻ പാറ 2029 ഭൂമിക്കരികിലെത്തുമെന്ന വാർത്ത വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്നാൽ മറ്റൊരു വാദം അപ്പോൾ തലപൊക്കി. ചിഹ്നഗ്രഹം അതിൻ്റെ സ്വന്തം നിലയിൽ ഭൂമിയെ ഇടിക്കില്ലെന്ന് വയ്ക്കാം. മറ്റൊരു ചിഹ്നഗ്രഹവുമായി അപ്പോഫീസ് കൂട്ടിയിടിച്ച് അതിൻ്റെ പദം മാറി ഭൂമിയിലേക്ക് അത് വഴിതെറ്റി വന്നാലോ? ഇത്രയും സമീപത്തെത്തുന്നത് കൊണ്ട് അത്തരമൊരു സാഹചര്യത്തിനും സാധ്യതയുണ്ട്. ഇപ്പോഴിതാ അപകട സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനും ഭൂമി പൊട്ടിത്തകരാനും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ISRO. ഈ നൂറ്റാണ്ടിൽ 2 തവണ ചിഹ്നഗ്രഹം ഭൂമിക്ക് സമീപത്തെത്തും. ഭൂമിയിലിടിച്ചാൽ വംശനാശം വരെ സംഭവിക്കാമെന്നും ISRO ചെയർമാൻ S. സോമനാഥ് പറയുന്നു. ചിഹ്നഗ്രഹത്തെ വഴിതിരിച്ചുവിടാനുള്ള ആഗോള ശ്രമത്തിലാണ് രാജ്യങ്ങൾ. ഈ ദൗത്യത്തിൽ ഇന്ത്യയും പങ്കാളിയാകുമെന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ 72% സാധ്യതയുണ്ടെന്ന് നാസ വ്യക്തമാക്കിയിരുന്നു. അത്യന്തം അപകടകാരിയായ അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹം 2029 ഏപ്രിൽ 13 2036 ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ISRO ചെയർമാൻ വ്യക്തമാക്കുന്നത്. 370 മീറ്റർ വ്യാസമുള്ള ചിഹ്നഗ്രഹത്തിന് ഭൂമിയിൽ കൂട്ടവംശനാശം ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുകയാണെങ്കിൽ അതിൻ്റെ ആഘാതം മൂലം മിക്ക ജീവജാലങ്ങളും നശിക്കുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് ചൂണ്ടിക്കാട്ടുന്നു. അത്തരമൊരു ആഘാതമാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. എന്നാൽ ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികൾ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ISROയും ഇക്കാര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. 70 മുതൽ 80 വർഷം വരെയാണ് മനുഷ്യരുടെ സാധാരണ നിലയിലുള്ള ആയുസ്. ഇക്കാലയളവിനിടയിലെ ജീവിതത്തിൽ ഇത്തരമൊരു ദുരന്തത്തിന് നാം സാക്ഷിയാകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവയൊന്നും സാധ്യമല്ലെന്ന് നാം ധരിക്കുന്നു. എന്നാൽ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ഇത്തരത്തിൽ ചിഹ്നഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിമുട്ടുന്നതൊക്കെ സാധാരണമാണ്. ഒരു ചിഹ്നഗ്രഹം വ്യാഴവുമായി കൂട്ടിയിടിക്കുന്നതിന് താൻ സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. ഇത്തരമൊരു പ്രതിഭാസം ഭൂമിയിൽ സംഭവിക്കുന്നത് മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കും. ഇതെല്ലാം സാധ്യതകളാണ്. നാം അതിനായി തയ്യാറെടുത്തിരിക്കണം. നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നാം. മനുഷ്യനും ജീവന്റെ എല്ലാ കണികയും ഇവിടെ നിലനിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ മേൽപ്പറഞ്ഞ പോലെയുള്ള പ്രതിഭാസത്തെ ചെറുക്കാൻ ഒരുപക്ഷെ നമുക്കായെന്ന് വരില്ല. അതിനെതിരെയുള്ള ബദൽ മാർഗങ്ങളെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. അതായത് അത്തരം ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് എത്തുന്നതിനെ നേരത്തെ കണ്ടെത്തി അതിൻ്റെ ഗതി മാറ്റാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ അവലംബിക്കണം. ചിലപ്പോൾ ഇത് അസാധ്യമായേക്കാം. അതിനായുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കണമെന്നും S. സോമനാഥ് പറഞ്ഞു. സമീപ വർഷങ്ങളിൽ നടത്തിയ ചിഹ്നഗ്രഹ പര്യവേഷണങ്ങളും നിരവധി ശാസ്ത്രീയ ദൗത്യങ്ങളും ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചുള്ള ധാരണ നേരത്തെയുള്ളതിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. ഭൂമിയുടെ സംരക്ഷണത്തിനായി കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ISRO വ്യക്തമാക്കുന്നു. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്ന ഗണത്തിൽപ്പെടുന്നവയാണ് അപ്പോഫീസ്. ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നത് മനുഷ്യരാശി കുറേ കാലമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനായി പ്ലാനറ്ററി ഡിഫൻസ് എന്നൊരു ബഹിരാകാശ പ്രതിരോധ ശാഖയും സജീവമാണ്. ഇതിൻ്റെ ആദ്യ ദൗത്യമായ ഡാർട്ട് ഒരു ചിഹ്നഗ്രഹത്തിൽ ഇടിച്ചത് വലിയ വാർത്തയായിരുന്നു. നാസ വിക്ഷേപിച്ച ഡാർട്ട് പേടകം ഡൈമോർഫസ് എന്ന ചെറു ചിഹ്നഗ്രഹത്തിലേക്ക് ഇടിച്ചിറങ്ങുകയാണുണ്ടായത്. ഡിഡിമോസ് എന്ന വലിയ ചിഹ്നഗ്രഹത്തെ ചുറ്റിക്കറങ്ങുന്ന ചിഹ്നഗ്രഹമാണ് ഡൈമോർഫസ്. ഇതിൻ്റെ ഭ്രമണപഥത്തിൽ വ്യതിയാനമുണ്ടാക്കുകയാണ് ഡാർട്ടിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം വിജയകരമാവുകയും ചെയ്തിരുന്നു. ചിഹ്നഗ്രഹ അപകടങ്ങളിൽ ഏറ്റവും മാരകം 6.6 കോടി വർഷം മുൻപ് ക്രൈറ്റേഷ്യസ് കാലഘട്ടത്തിൽ നടന്ന ചിക്സുലബ് ചിഹ്നഗ്രഹ പതനമാണ്. 10 മുതൽ 15 കിലോമീറ്റർ വരെ വലിപ്പമുള്ള വമ്പൻ ചിഹ്നഗ്രഹം മെക്സിക്കോയിലെ യൂക്കാട്ടാനിൽ വീണു.
ഇതിന്റെ ആഘാതം മൂലമുണ്ടായ പരിസ്ഥിതി മാറ്റങ്ങളിൽ ദിനോസറുകൾക്ക് വംശനാശം വന്നു. ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ജീവിവർഗങ്ങളുടെ 3/4 ഭാഗവും നശിച്ചു. 1908 റഷ്യയിലെ സൈബീരിയയിലുള്ള ടുംഗുസ്ക വനമേഖലയിൽ ഛിന്നഗ്രഹമെന്ന് കരുതപ്പെടുന്ന ഒരു ബഹിരാകാശ വസ്തു പൊട്ടിത്തെറിച്ച് 5 ലക്ഷം ഏക്കർ വനഭൂമി കത്തി നശിച്ചു. ആളുകൾ താമസിക്കാത്ത മേഖലയായതിനാൽ മരണങ്ങൾ ഉണ്ടായില്ല. 8 കോടിയോളം മരങ്ങൾ തോലുരിഞ്ഞ് കമ്പ് മാത്രമായി നിലനിന്നിരുന്നു. 2013 ഒരു ടെന്നീസ് കോർട്ടിന്റെ വലിപ്പമുള്ള പാറക്കഷ്ണം റഷ്യയിലെ ചെല്യബിൻസ്കിയുടെ ആകാശത്ത് പൊട്ടിത്തെറിച്ചു. ഹിരോഷിമയിലെ അണുവിസ്ഫോടനത്തിന്റെ 3 ഇരട്ടി തീവ്രതയായിരുന്നു ഇതിന്. ഒട്ടേറെ വീടുകൾ നശിക്കുകയും 1600 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.